എന്നിട്ട് അവൾ ആ കണ്ണുകളങ്ങനെ നിറച്ച് അന്ധയായ പെണ്ണ് കാലത്ത് 6 മണി സമയത്ത് എൻ്റെ കൈ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, പൊന്നു സാറേ ഒന്ന് കൊന്നു തന്നേക്ക്, സഹിക്കണില്ല ഈ ജീവിതം എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു എൻ്റെ കണ്ണു. ഗർഭ 8-ാം മാസമൊക്കെ ആയപ്പോഴേക്ക് ഈ ചങ്ങാതി ഒരു സുപ്രഭാതത്തിൽ മരിക്കുന്നു. മരിച്ച ആളുകളൊക്കെ കൂടിയ സമയത്ത് ആരോ ഓടി വന്ന് വിളിച്ച് പറഞ്ഞു, അവൻ എയ്ഡ്സുകാരനാണേ എന്ന് ആരോ വിളിച്ച് പറഞ്ഞു. പറയുന്ന കൂട്ടത്തിൽ എവിടെയോ ഇവൾ പറഞ്ഞു വെച്ചു, ഇനി എൻ്റെ ജീവിതം മുഴുവൻ എനിക്ക് ജനിക്കാൻ പോണ എൻ്റെ മോളോട് കൂടെയാണ് എന്ന് പറഞ്ഞു, അവൾക്ക് വേണ്ടിയാണ്. മറ്റൊരിക്കൽ സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നന്ദിയിലുള്ള ഒരു അമ്മയെ ചികിത്സിച്ചത്. അതെ, അതാണ് യഥാർത്ഥത്തിൽ ഈ പിന്നെ തണലിലേക്ക് എത്താനുണ്ടായിരുന്ന കാരണം. സാർ പറഞ്ഞേട്ടാ നിനക്ക് പറ്റിയ ഒരാളല്ല ഞാൻ മോൾ അഡ്മിറ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മറുപടിയൊക്കെ അതിൻ്റെ അർത്ഥമൊക്കെ വളരെ ക്ലിയറാണ്. അപ്പോൾ ശരി സാറെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ പോയി 6 മണിക്ക് അവിടെ പോയി. മുറിയിൽ ഇപ്പോൾ എത്തിയ സമയത്ത് ഒരു അമ്മ അവിടെ കിടക്കുക, ബൈസ്റ്റാൻഡേഴ്സ് ആരുമില്ല. ഡോക്ടർ പരിശോധിച്ചപ്പോൾ മനസ്സിലായി അന്നനാളത്തിൽ ക്യാൻസർ ഉണ്ട്, പക്ഷേ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, ഒന്നും ചെയ്യാൻ കഴിയില്ല, വെറുതെ മറ്റൊരു ചികിത്സക്ക് വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന് കരുതിയിട്ട് അവർ അഡ്മിറ്റ് ചെയ്തതാണ്. ഇവരോടിങ്ങനെ ട്യൂബ് ഇട്ടാലുള്ള ഗുണവും ട്യൂബ് ഇട്ടില്ലെങ്കിൽ നാളെ സംഭവിക്കാവുന്ന ഒരു വിഷയം എൻ്റേതായ ഭാഷയിലും അല്ല പതുക്കല്ലേ ആവശ്യത്തിനല്ലേ പറഞ്ഞു വിടും, ഇത് അപ്പുറത്തേക്ക് പറഞ്ഞ് പേടിപ്പിക്കാനും കഴിയില്ലല്ലോ. മുറുക്കി പിടിച്ചിട്ട് പറഞ്ഞു, അതുവരെ സാറേന്നായിരുന്നു എന്നെ വിളിച്ചത്. ആ അമ്മ പറഞ്ഞു, മോനെ, അപ്പോഴും ഞാൻ ഞെട്ടി, മോന് വേണമെങ്കിൽ ട്യൂബ് ഇട്ടുതരാൻ പറ്റും, ഈ ട്യൂബിലൂടെ ആരാ വെള്ളം വെച്ചുതരാമെന്ന് ചോദിച്ചു. ഞാനങ്ങോട്ട് ഞെട്ടിയൊരു സാധനമല്ലേ. അന്നും ആലോചിച്ചു, ഈ അനിതായി മാധവിയമ്മയുടെ ആയി അമ്മ 1 മാസം കൊണ്ട് തന്നെ മരിച്ചു. അമ്മ മരിച്ച് അല്ല അമ്മ 2002-03 അല്ലേ അന്ന് അമ്മ മരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോഴേക്കും ഞങ്ങൾ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ ആക്റ്റീവായിട്ട് വന്നു, ഇയാളെ കുളിപ്പിക്കാനും അതിനൊക്കെയുള്ള പാലിയേറ്റീവുകാരൊക്കെ സജീവമായിട്ട് വന്നു. 1 മാസം കൊണ്ട് ഇദ്ദേഹം മരിച്ചു. 10 വർഷം അമ്മയുടെ ട്രീറ്റ്മെൻറ്റിൽ കിടന്ന. പക്ഷെ അപ്പോഴും ഞാൻ അന്വേഷണം മുഴുവൻ ഇങ്ങനെ കിടക്കുന്ന മനുഷ്യരെ താമസിപ്പിക്കാനുള്ളൊരു കേന്ദ്രം ഉണ്ടോ എന്നായിരുന്നു അന്വേഷിച്ചത്. എവിടെയും കിട്ടിയില്ല. ഇങ്ങനെ കിടക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ഇവർക്കൊരു മെഡിക്കൽ കെയർ വേണം, ഇവരുടെ ബാക്കിയുള്ള സംഗതികൾ കിട്ടണം. വെറും ഒരു ഓൾഡ് ഏജ് ഹോം എന്നതിനപ്പുറത്തേക്ക് ഈ അർത്ഥത്തിലുള്ള ചികിത്സ കൊടുക്കേണ്ട ആളുകളെ താമസിപ്പിക്കാനുള്ള കേന്ദ്രം അന്വേഷിച്ചു, എവിടെയും കിട്ടിയില്ല. ഇദ്ദേഹവും മരിച്ചു. കാലം അങ്ങനെ അങ്ങോട്ട് വീണ്ടും പോയി. അങ്ങനെയാണ് അവസാനം ആരും ചെയ്യാനില്ല എന്നായപ്പോൾ 2008 മാഹിയിൽ വെച്ചിട്ട് നമ്മൾ തന്നെ തുടങ്ങുന്നത്. അതിന് നമ്മൾ തണൽ എന്നുള്ള പേര് വിട്ടു. ആ പേരെങ്ങനെയാണ് വന്നത്? അത് സൗദിയിലായിരുന്നു. അന്ന് ഇടക്കാലത്ത് ഞാൻ കുറച്ചു കാലം സൗദി അറേബ്യയിലെ ജോലി, തായിഫിലായിരുന്നു എനിക്ക് ജോലി. അപ്പം ആ 2 ദിവസം വ്യാഴം വെള്ളി ലീവായിരിക്കുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ കറങ്ങും. പാലിയേറ്റീവിൻ്റെ കുറേ കടമുണ്ടായിരുന്നു. ഇത്തരമൊരു പ്രോസസ്സ് പങ്കുവെക്കും. അങ്ങനെ പങ്കുവെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ജിദ്ദയിലുണ്ടായിരുന്ന ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് അവിടെ നിന്നാണ് തണൽ ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഇതിന് സലീം ക പറഞ്ഞ മൂപ്പരാണ് നമ്മൾ പറയുക ഇതിൻ്റെ ഫൗണ്ടർന്ന്. മൂപ്പരാണ് അതിന് തണൽ എന്നുള്ള പേര്. യഥാർത്ഥത്തിൽ ഇത് ദയ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിൻ്റെ 2007 അത് രജിസ്റ്റർ ചെയ്യുന്നത്. 2008 ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രോഗ്രാമിന് മാത്രം കൊടുത്ത പേരാണ് തണൽ. പിന്നീട് ദയ താഴോട്ട് പോവുകയും ആളുകളെ അറിയാതാവുകയും ലീഗൽ പേര് മാത്രം ദയാവുകയും ബാക്കി എല്ലാത്തിനും പിന്നെ തണൽ തന്നെ പറഞ്ഞ് തണലായത്. ഇപ്പോൾ തണൽ 20-ലേറെ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരുപക്ഷെ സാധാരണ മനുഷ്യൻ ചിന്തിക്കാത്ത ഈ ലോകത്ത് അത്തരം മനുഷ്യർ കൂടി ഉണ്ടെന്ന് തോന്നുന്ന ഒരവസ്ഥ. അത് ഏതൊക്കെയാണ്? ഭിന്നശേഷിയുണ്ട്, കിടപ്പ് രോഗികൾ. അത് നമ്മുടെ 21 സംഗതി പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാനം ഷെൽട്ടറാണല്ലോ. പിന്നീട് ഉണ്ടായത് മുഴുവൻ ഇതേതോ അർത്ഥത്തിൽ ഒരു സംഗതി ഉണ്ടാക്കിയതല്ല. ഞാനെപ്പോഴും പറയും, ദൈവം തമ്പുരാനാണ് ഇതിൻ്റെ ചെയർമാൻ. മുകളിൽ നിന്ന് വളരെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ തരുന്നു. ചില കാഴ്ചകൾ കാണുമ്പോഴേക്ക് ഇത്ര പ്രശ്നങ്ങൾ നാട്ടിലുണ്ട്, ഇടപെടാൻ വേണ്ടി പറ്റും എന്നുള്ളത് കാണിച്ചു തരുന്നു. ഇടപെട്ട് തുടങ്ങുമ്പോൾ അതിനെ അതിസുന്ദരമായിട്ട് വിജയിപ്പിക്കുന്നു. അതൊരു കമ്മ്യൂണിറ്റി മോഡൽ എന്നുള്ളതിൽ പൊതുസമൂഹം മുഴുവൻ, ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ പൊതുസമൂഹം മുഴുവൻ ഇതിൻ്റെ കൂടെ നിൽക്കുന്നു. അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോണതാണ്. വടകരയിൽ പണ്ട് ബക്കറ്റ് പിരിവ് നടത്തുമ്പോൾ ഒരു യാചകൻ തൻ്റെ കയ്യിലുള്ള മുഴുവൻ ബക്കറ്റിലേക്ക് നിക്ഷേപിച്ചു. അതായത് കയ്യിലുള്ളത് മുഴുവൻ കൊടുക്കുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഞാനല്ല എന്ന് പറയാനുള്ള റീസൺ അതാ. ഈ 2008 പാലിയേറ്റീവ് ആരംഭിച്ചല്ലോ. ആദ്യത്തെ ഒരു സംഗതി വന്നത് തന്നെ അത് തന്നെ വലിയൊരു അത്ഭുതമായിരുന്നു. നമ്മൾ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. കുറേ ആളുകൾ കയ്യിലുള്ളതിനെ നഷ്ടപ്പെടുത്തി. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ചങ്ങാതി പറഞ്ഞു, എൻ്റെ തറവാട് ഞാൻ വിലക്ക് വാങ്ങിക്കും. ഒരു മിഡിൽ ക്ലാസ് ചങ്ങാതി, എൻ്റെ തറവാട് ഞാൻ വിലക്ക് വാങ്ങിക്കാം, അത് തണലിന് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷെൽട്ടർ കിട്ടി. കാശില്ലല്ലോ. അപ്പോൾ
മറ്റൊരു ചങ്ങാതി പറഞ്ഞു ഞാനും എൻ്റെ കുടുംബമൊക്കെ കൂടി അവിടെ വന്നിട്ട് മേലെ താമസിക്കാം, താഴത്ത് ഇവരെയും താമസിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ഉമ്മ അവനോട് ചോദിച്ചു, ഈ വീട് വയനാട്ടിലാണ് വീട്, അത് പൊളിഞ്ഞു പോകില്ലേ നോക്കാതിരുന്നാലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ തിരിച്ചവരോട് പറഞ്ഞു അതിനേക്കാൾ വലിയ വീട് നമുക്ക് വേറെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇവരെ കൊണ്ടുവന്നു. ആ ഉമ്മയും വാപ്പയൊക്കെ അവിടെ തന്നെയാണ് പിന്നീട് മരണപ്പെടുന്നത്. അങ്ങനെ ഒരു കുടുംബ അന്തരീക്ഷം അവിടെ നിന്ന് നിർബന്ധമായിരുന്നു. കാരണം ഇവരൊരു അന്ന് മുതലേ ചെയ്തൊരു പണിയാണ്. ഇന്നിപ്പോൾ വലിയ കോൺക്രീറ്റ് കെട്ടിടത്തിൽ കുറേയേറെ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോലും അതിൻ്റെ അന്നത്തെ ഒരു ആത്മാവ് പറയുന്നത് ഇവരെ ഒരു വീട്ടിൽ നമ്മുടെ കൂടപ്പുറപ്പുകൾക്ക് നമ്മൾ എന്ത് കെയർ കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക, അതുപോലെ കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടാണ് അങ്ങനെ മാഹിയിൽ അത് കൊണ്ടുവരുന്നത്. ആദ്യത്തെ വന്ന മുഴുവൻ ആളുകളും ഓരോ അർത്ഥത്തിൽ ഇതിൻ്റെ കഥകളും വിഷയങ്ങളും ഓരോ ആളുകളും പറഞ്ഞ കഥകളാണ് പിന്നീട് ഇതിനെ വളർത്തിയത്. ആദ്യത്തെ വന്ന ആൾ തന്നെ ബാംഗ്ലൂരിൽ നിന്നാണ് ഒരാൾ വന്നത്. ഒരു കാല് മുറിച്ച് അവിടെയുള്ള കുടുംബം ഒരു ടൂറിസ്റ്റ് ബസ്സിൽ കണ്ണൂരേക്ക് കയറ്റി, കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ ഇയാൾ ഒറ്റക്കിറങ്ങി ഒരു കാല് മാത്രം വെച്ച് തവള ചാടണ പോലെ ചാടി ജീവിതത്തിൽ അനുഭവിച്ച മുഴുവൻ കയ്പ് കണ്ണൂരുണ്ടായിരുന്ന കുടുംബ വീട് ഒരു ഓട്ടോക്കാരനോട് പറഞ്ഞു കൊടുത്തു. അയാൾ അവിടെ കൊണ്ട് ചെന്നാക്കിയപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു ഞങ്ങൾ ഇന്ന് വരെ നോക്കാത്ത ആളാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ നോക്കൂല എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും പുറത്താക്കി. അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് ഫസ്റ്റ് ഇൻമേറ്റിനെ വേണ്ടത്. സ്പോട്ടിൽ അയാളെ നമ്മൾ എടുക്കുന്നു, കൂടെ കൊണ്ടുപോകുന്നു. പക്ഷെ ഒരു തിരിച്ചറിവുണ്ടായെന്ന് വെച്ചാൽ അന്ന് മുതലുണ്ടായ ഒരു സംഗതി, ഈ ഒരു പ്രോസസ്സിനെ മുന്നോട്ട് കൊണ്ടുപോയത് ഇതിൻ്റെ വോളണ്ടിയേഴ്സ്. ഈ ഞാൻ പറഞ്ഞല്ലോ വയനാട്ടിൽ നിന്ന് വന്ന പയ്യൻ, ഇവനെന്ന് എന്നെ വിളിക്കുമായിരുന്നു ഓരോരോ സംഗതി പുതിയ വന്ന ആളുകളുടെ. അപ്പം ഞാൻ അന്ന് കർണാടകയിൽ എൻ്റെ MD ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം 2008 ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഈ പറയുന്ന പ്രോസസ്സിനിടയിലാണ് 9 to 12 ഞാൻ MD ചെയ്യുന്നത്. MD ചെയ്യുന്നതിനിടയിൽ ഇങ്ങനെ കഥകളിങ്ങനെ കേൾക്കും. ഒരു ദിവസം വിളിച്ചപ്പോൾ നല്ല ഒരു പോസിറ്റീവ് ഒരു സാധനം പറഞ്ഞു. ഒരു ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞു ഇദ്ദേഹം വളരെ ഇദ്ദേഹം വളരെ മാറ്റമുണ്ട്. മൂപ്പര് ഭയങ്കര നെഗറ്റീവായിരുന്നു അവിടെ വന്ന പോലെ ആരോടും. കാരണം ജീവിതത്തിൽ അനുഭവിച്ചതൊക്കെ നെഗറ്റീവല്ലേ, ഈ ആളുകളോട് നെഗറ്റീവായിരുന്നു. കുറേ നല്ല മാറ്റം ഉണ്ടായി മൂപ്പരിക്കുന്നത്. അപ്പോൾ ഞാനും ഹാപ്പിയായി, അവനും ഹാപ്പിയായി. പിന്നെ ബാക്കി കഥകളൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇവൻ വിളിച്ച് പറഞ്ഞു ഇന്നൊരു വല്ലാത്ത സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. എന്താ ചോദിച്ചു. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞില്ല ഇയാൾക്ക് മാറ്റം ഉണ്ടായി. അതെന്താ വെച്ചാൽ എന്നും ഞാൻ ഇയാൾക്ക് ചായ കൊടുത്താൽ ഇത് വിശ്വസിച്ചേ പറ്റൂ കേട്ടോ, എന്നും ഞാൻ ഇയാൾക്ക് ചായ കൊടുത്താൽ ഇയാൾ തിരിച്ചെന്നോട് പറയും, എന്നെ വിളിക്കും, ആ ഗ്ലാസ് തന്ന് നീ ഈ ഇതിൽ ചായ കൊണ്ടുവന്നിട്ട് ഇവിടെ എൻ്റെ മുന്നിൽ നിന്ന് കുടിക്കണേ എന്ന് പറയും. ഭയങ്കര പോസിറ്റീവ് അല്ലേ. അപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ രക്ഷപ്പെട്ടു, കാരണം ഭയങ്കര നെഗറ്റീവായിരുന്ന ഒരാൾ മാറുന്നതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞു. മനുഷ്യൻ എങ്ങനെയാണെന്നുള്ളൊരു സാധനത്തിലാണ്. അപ്പം 4 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചു, ഡോക്ടർ ഇന്നൊരു ഭയങ്കര സാധനമുണ്ട്. ഞാൻ എന്തായിരുന്നു പറഞ്ഞു. ഇന്നും അയാൾ എനിക്ക് ചായ ഗ്ലാസ് തന്നു. ഞാൻ അതുകൊണ്ട് അടുക്കളയിൽ പോകുമ്പോഴേക്ക് എൻ്റെ ഇക്ക ഓടി വന്ന്, കാരണം ഇവൻ്റെ കുടുംബം മുഴുവൻ അവിടെ ഉണ്ടല്ലോ, ഇവനും കൂടിയായിരുന്നു നോക്കാനുണ്ടായിരുന്നത്. ഇക്ക ഓടി വന്ന് പറഞ്ഞു നിൽക്ക് എന്ന് പറഞ്ഞു. എന്താ സംഗതി വെച്ചപ്പം ഇദ്ദേഹം കാണാത്രേ ഇയാൾ ചായ കുടിക്കുന്നു. മനുഷ്യൻ്റെ ഒരു സാധനമാണ്. എനിക്ക് അതല്ല കേട്ടോ എൻ്റെ വിഷയം, മറ്റേതാണ്, വോളണ്ടിയറാണ്. ഇയാൾ ചായ കുടിക്കാത്രേ. ചായ കുടിച്ച് കഴിഞ്ഞു. ലാസ്റ്റത്തെ വാക്കുണ്ടാവില്ലേ, അത് ചുമരിലേക്ക് അയാൾ ഒഴിച്ചു. അയാൾ ആ ഗ്ലാസ് നേരെ ഈ ലുങ്കിയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അവിടെ യൂറിന് ട്യൂബുണ്ട്, കത്തീറ്ററിൻ്റെ ബാഗ് അയച്ചു. ആ ബാഗിൽ നിന്ന് അയാളുടെ മൂത്രം ഈ ചായയിലേക്ക് ഒഴിച്ചു. അതൊന്ന് നന്നായി ഇളക്കി ട്യൂബ് അടച്ചു. അതും ചുമരിലേക്ക് ഒഴിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം വിളിച്ചത് ഇല്യാസേന്ന് വിളിച്ചത്. അത് വെച്ചിട്ടാണ് ഇവൻ വന്നത്. കഴിഞ്ഞ 3 ദിവസം നടത്തുന്ന അതേ സാധനമാണ്. ഞാനങ്ങോട്ട് ഞെട്ടിക്കല്ലേ. ഞാൻ ചോദിച്ചപ്പോൾ ഇന്ന് നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. ഇന്ന് നീ എന്ത് ചെയ്തു എന്ന് ഞാൻ അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു ഇന്ന് ഇത് കേട്ടപ്പോൾ ഞാൻ നേരെ കിച്ചണിൽ പോയി ആ ഗ്ലാസ് നന്നായി സോപ്പിട്ട് കഴുകി അതിൽ തന്നെ ചായ ഒഴിച്ചു. ഞാൻ ഇന്നും അയാളുടെ അടുത്ത് വന്ന് ഇതൊരു വികാരമാണ്. അതെ ഐലിയാസ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതേ ചങ്ങാതിൻ്റെ വെച്ചാൽ അതൊരു വികാരമാണ്. അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല. ഇത് ഈ അർത്ഥത്തിൽ ഇലിയാസ് ഉണ്ട്, നൗഫലുണ്ട്, ഈ പറയുന്ന മനുഷ്യന്മാർ അന്ന് മുതൽ ഇന്ന് നാസർക്കാരൻ്റെ പോലെയുള്ള കുറേയേറെ മനുഷ്യർ, 20,000-ലധികം വോളണ്ടിയേഴ്സ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് മുന്നോട്ട് പോയത്. അപ്പോൾ അതിനിടയിലാണ് കണ്ണൂരിൽ നിന്ന് നമുക്കൊരു ചങ്ങാതിയെ കിട്ടിയത്. അയാൾ പിന്നെ ഡയാലിസിസ് ചെയ്യുന്ന ഒരാൾ, കണ്ണൂർ ഐക്യര മത്സ്യ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന്
ആരോരുമില്ലാത്ത അവിടെ കുറേ കാലമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു ചങ്ങാതി. അയാൾ പിന്നെ കിഡ്നി ഫെയിലിയറായി, ആരുമില്ല, നോക്കാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞ് ആസ് യൂഷ്വൽ കഥയൊക്കെ വന്നു. നമ്മൾ മാഹിയിലെടുത്തു. ഇപ്പം അടുത്താണ് അദ്ദേഹം മരിച്ചു പോയത്. നീണ്ട 17 വർഷം നമ്മുടെ കൂടെ ജീവിച്ചു. ഇതിൻ്റെ ഒരു സാധനം അതാണ്, പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്താൽ കിഡ്നി ഫെയിലിയറുള്ള ചങ്ങാതി 17 വർഷം ജീവിച്ചു നമ്മുടെ കൂടെ. അതിന് മുമ്പും ഉണ്ടായിരുന്നു അയാളുടെ പ്രയാസം, തിരുവനന്തപുരത്തുകാരൻ. അപ്പോൾ ഇദ്ദേഹത്തെ 1.25 ദിവസം കോഴിക്കോട് കൊണ്ടുപോയിട്ട് ഡയാലിസ് ചെയ്യണം. കാരണം നമ്മൾ കൂടപ്പുറപ്പിനെ പോലെ സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരല്ലേ. അപ്പോൾ ആ പോകുന്ന പോക്കിൽ ആണ് മനസ്സിലായത് ഈ 1.5 ദിവസം, ഈ 1.5 ആടെന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ ആളുകളൊക്കെ വീട്ടിൽ നിന്ന് വേണം, ഈ അവിടെ നിന്ന് വണ്ടി അറേഞ്ച് ചെയ്യണം, ബാക്കി സാധനമാണ്, ഇയാൾക്കുള്ള ഭക്ഷണം റെഡിയാക്കണം, ഇത് വെച്ച് എടച്ചേരിയിൽ നിന്ന് ഈ മാഹിയിൽ നിന്ന് കോഴിക്കോട് വരെ പോകണം, ഏകദേശം 3 മണിക്കൂർ യാത്ര, അവിടെ എത്തി 4 മണിക്കൂർ ഡയാലിസിസ്, ഇയാളുടെ ഭക്ഷണം കൊടുക്കുക, തിരിച്ച്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ വണ്ടി സംഗതി എന്നൊക്കെ. അപ്പോഴാണ് വെറുതെ നമുക്ക് ഈ തണലിൽ ഈ സാധനങ്ങളൊക്കെ പെയ്ഡോ അല്ലെങ്കിൽ വോളണ്ടിയേഴ്സോ ഉണ്ട്, ഇതൊന്നും ഇല്ലാത്ത മനുഷ്യരെന്ത് ചെയ്യും എന്നൊരാലോചന വന്നത്. അങ്ങനെയാണ് ഈ ഡയാലിസിസ് സെൻറ്റർ. ആ സമയത്താണ് ഡോക്ടർ ആസാദ് മൂപ്പരുടെ വാപ്പയുടെ പേരിൽ ഒരു ഫസ്റ്റ് ഡയാലിസിസ് സെൻറ്റർ വടകരയിൽ തുടങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ അപ്പം തന്നെ അവരുടെയൊക്കെ സപ്പോർട്ടോടുകൂടി തണലൊരു ഫസ്റ്റ് ഡയാലിസിസ് സെൻറ്റർ തുടങ്ങി. 10 മെഷീനുള്ള ഡയാലിസിസ് സെൻറ്റർ, 60 ആൾക്ക് ഡയാലിസിസ് കൊടുക്കാനുള്ള ഒരു സംഗതി, ആ സാധനമൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ്. അതിൻ്റെ ചിലവ് അന്ന് ഒരു 750 റുപ്യക്കായിരുന്നു ചിലവ്. ആളുകളോട് പറയും ആ ചിലവ് തരാൻ പറ്റുന്നത് തരിക, പറ്റാവുന്ന പൈസ അവർ തരും, ബാക്കി ഡൊണേഷനൊക്കെ ആയി അങ്ങനെ അങ്ങോട്ട് പോകുന്നതിനിടയിലാണ് നമ്മുടെ മണിയൂരുകാരി ആ പെണ്ണ് വന്നത്. അതായിരുന്നു പിന്നീട് ഇതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ ഈ പെൺകുട്ടിയായിരുന്നു. ഒരു ദിവസം ഞാൻ പിന്നെ യാത്രേൻ്റെ ഇടയിൽ, ഞാനന്ന് വളരെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം. 2013 ഞാൻ ഈവനിങ്ങിൽ എനിക്ക് കോൾ വരുന്നു. പിന്നെ ഒരു പെൺകുട്ടി, കണ്ണിന് കാഴ്ചയില്ലാത്തൊരു പെൺകുട്ടി വന്നിട്ടുണ്ട്, ശ്വാസതടസ്സമാണ്. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോൾ വിളിച്ച് ക്രിയാറ്റിൻ 18 മുകളിലാണ്, എമർജൻസി ഡയാലിസിസ് വേണ്ട ഒരു പെണ്ണ്. അപ്പോഴാണ് എനിക്ക് ആളെ മനസ്സിലാവുന്നത്. കുറേ കാലം ഞാൻ ട്രീറ്റ് ചെയ്ത പാലിയേറ്റീവിൽ ഞാൻ ട്രീറ്റ് ചെയ്ത പെണ്ണാണ്. ഡയബറ്റീസ് ഉണ്ടായിരുന്നു, ജന്മനാടുള്ള ഒരു ഡയബറ്റീസ് ഒക്കെ ട്രീറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ആളെ മനസ്സിലായപ്പോൾ നേരെ ഇക്രയിൽ വിളിച്ചു, ഏറ്റെടുക്കാവോ എന്ന് ചോദിച്ചു. അവർ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് അപ്പോഴേക്കും ഞാൻ മണിയൂർ വരെ കൊണ്ട് പാലിയേറ്റീവ് വരെ കൊണ്ട് വണ്ടിയൊക്കെ കൊണ്ടുവച്ചു. അവർ വന്ന് രാവിലെ നിൽക്കുക. ഞാൻ നേരത്തെ തുടങ്ങും പൊതുവെ എൻ്റെ പ്രാക്ടീസൊക്കെ. അന്ന് കുറച്ചുകൂടി ഒരു 6 o'clock മുമ്പൊക്കെ തുടങ്ങും. രാവിലെ അതും വൈകിട്ട് മറ്റു പണികളൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ രാവിലെ വന്ന് എനിക്ക് ആകെയുള്ളൊരു പണി എന്താ വെച്ചാൽ റെഫർ ലെറ്റർ കൊടുത്തിട്ട് ഇവളെ പാക്ക് ചെയ്യുക എന്നുള്ളത് മാത്രം. ഇവളിരിക്കുന്ന വാർഡിൽ, ജനറൽ വാർഡിലാണ് ഇവളുള്ളത്. ഇവളുടെ അടുത്തൊക്കെ എത്തി കണ്ണിന് കാഴ്ചയില്ലാത്ത ഈ പെണ്ണ്, അടുത്ത് തന്നെ അച്ഛനമ്മയുണ്ട്, അച്ഛനമ്മ അടുത്ത് തന്നെയുണ്ട്. ഒരു ദാരിദ്ര്യം മുഴുവൻ മുഖത്തുള്ള 2 പേര്, ഒരു സാധാരണ മനുഷ്യരെ. അപ്പോൾ ഇവളുടെ അടുത്തപ്പോൾ ഇവർക്ക് തന്നെ നന്നായിട്ട് ഫീൽ ചെയ്യാം. കാഴ്ചയില്ലെങ്കിലും കുറേ കാലം ഞാൻ ട്രീറ്റ് ചെയ്ത കുട്ടിയല്ലേ. കുറേ കാലം ഇടയിൽ കുറച്ച് കളി ഇവളെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാനൊട്ട് അന്വേഷിക്കാനും പോയില്ല. അപ്പോൾ നിഷ അടുത്തിരുന്ന്, ഞാൻ അവളുടെ അടുത്ത് നിന്ന് അവളോട് ഞാൻ പറഞ്ഞു പാകിസ്ഥാൻ. അവൾ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കുറച്ച് വർത്താനം, കാരണം കുറേ പണിയുള്ള ദിവസമല്ലേ, ദിവസത്തിൻ്റെ ആരംഭമാണല്ലോ, ആദ്യത്തെ പണിയാത്. അപ്പം ഞാൻ പറഞ്ഞു ലെറ്റർ റെഡിയാക്കുന്നുണ്ട്, വേഗം പോവാം, താഴെ വണ്ടിയുണ്ട്, എല്ലാം റെഡിയാണ്, നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവള് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, കണ്ണിന് കാഴ്ചയില്ലല്ലോ. ഇല്ല സാറേ ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താ നിശ്ചയം പോയാൽ? കൈ മലർത്തിയിട്ട് എന്ത് കണ്ടിട്ടാണ് സാറേ ഞാൻ പോകേണ്ടത് എന്ന് പറഞ്ഞു. പ്രതീക്ഷ ഒരു സാധനമല്ലേ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നിഷ നീ പേടിക്കണ്ട, നിനക്കുള്ള സകല സംഗതി ഇക്കറ തരും, കൂടെ ആളുടെ ഭക്ഷണം അടക്കം റെഡിയാക്കിയിട്ടുണ്ട്, അത് ഇക്കറ തരും എന്ന് പറഞ്ഞു. അപ്പോഴും അവൾ പറഞ്ഞു ഇല്ല സാറേ ഞാൻ പോകില്ല, ഞാൻ ഇവിടെ കിടന്ന് മരിക്കും എന്ന് പറഞ്ഞു. അപ്പം എനിക്കത് ദേഷ്യം വന്നു. രാവിലെ കിട്ടണ ഒരു നെഗറ്റീവല്ലേ. ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു, എന്തോന്ന് ഞാൻ കടുപ്പിച്ച് പറഞ്ഞു. അതവൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അവളെൻ്റെ കൈ വേഗം പിടിച്ചു. അങ്ങനെ എൻ്റെ സാറേ ഒന്ന് ഞാൻ പറയണ കേൾക്ക് എന്ന് പറഞ്ഞു. ഞാനവിടെ നേരെ എനിക്കത് വല്ലാണ്ടായി. ഞാൻ എല്ലാം അവളുടെ തോളിൽ കൈ വെച്ചു. നിഷയോട് ഞാൻ പറഞ്ഞു, നിഷ നീ പറഞ്ഞു ഞാൻ കേട്ടോളാം എന്ന് പറഞ്ഞു. അങ്ങനെ കാലത്ത് 6 മണി സമയത്ത് അന്ധയായ ഒരു പെണ്ണ് ചികിത്സിക്കുന്ന ഡോക്ടറോട് ജീവിതം പറയാൻ തുടങ്ങി. ഒരു പറച്ചിലായിരുന്നു അത്. അവൾ പറഞ്ഞു സാറേ ജനിച്ചത് മുഴുവൻ ദാരിദ്ര്യത്തിലാണ്, പഠിച്ച് ഞാൻ ഉഷാറായിട്ട് SSLC പാസ്സായി. +1 ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായത് എനിക്ക് ജനിച്ച അന്ന് മുതൽ ഷുഗർ ഉണ്ടെന്ന്. അപ്പോഴാണ് തിരിഞ്ഞത്. എവിടേക്കോ കൊണ്ടുപോയി, നിങ്ങളടുത്തും കൊണ്ടുവന്നു, നിങ്ങളും കുറേ ട്രീറ്റ്മെൻറ്റ് തന്നു. +1 +2 ഞാൻ പാസ്സായി. ഡിഗ്രി ഫസ്റ്റ് ഇയർ ഇങ്ങനെ ചെയ്യുന്നതിനിടയിലാണ് ഒരു ദിവസം കാലത്ത് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ 2 കണ്ണും കാണുന്നില്ല. കംപ്ലീറ്റ് ജീവിതം മുഴുവൻ ഇരുട്ട്, ഒരു വസ്തു കാണാതായി. അപ്പോഴും എവിടേക്കോ കൊണ്ടുപോയി. അപ്പോൾ പറഞ്ഞു ഷുഗർ കയറിയതാന്ന് പറഞ്ഞു. പിന്നെയും കുറേ ചികിത്സ, ഒന്നും ഫലിച്ചില്ല. ഡിഗ്രി ഫസ്റ്റ് ഇയറും ഞാൻ പാസ്സായി. ഡിഗ്രി സെക്കൻഡ് ഇയർ ഒരു പകുതിക്ക് എത്തിയപ്പോഴാണ് കാലിൽ നീര് കാണാൻ തുടങ്ങിയത്.
മുഖത്തും നീര് വരാൻ തുടങ്ങി. അപ്പോഴേക്ക് അവൾ പറഞ്ഞു, ഞാൻ ഉറപ്പിച്ചു എൻ്റെ കിഡ്നി പോയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ അവൾ പറഞ്ഞില്ല, പിന്നെ ഒന്നിനും നിന്നില്ല. കഴിഞ്ഞ 6 മാസമായിട്ട് കോളേജിൽ പോയില്ല, ആശുപത്രിയിൽ പോയില്ല, അമ്മ വിളിക്കും ഞാൻ പോവില്ല, കല്യാണത്തിന് പോവില്ല, എവിടെയും പോയില്ല. ഞാനങ്ങ് കഷ്ടപ്പെട്ട് അങ്ങനെ കിടക്കുന്നതിനിടയിലാണ് ഇന്നലെ ഇവരെല്ലാവരും കൂടി പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാനപ്പോൾ അച്ഛനും അമ്മേനെയൊക്കെ നോക്കി. അവരെങ്ങനെ അങ്ങോട്ട് മോള് പറയുന്ന ജീവിതം കേട്ട് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇതും പറഞ്ഞ് ഇവൾ നിർത്തി. എന്നിട്ട് അവൾ എൻ്റെ കൈ ഒന്ന് മുറുക്കി പിടിച്ചു. എനിക്കിന്ന് ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഒരു സാധനം. എന്നിട്ട് അവൾ ആ കണ്ണുകളങ്ങനെ നിറച്ച് അന്ധയായ പെണ്ണ് കാലത്ത് 6 മണി സമയത്ത് എൻ്റെ കൈ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, പൊന്നു സാറേ ഒന്ന് കൊന്നു തന്നേക്ക്, സഹിക്കണില്ല ഈ ജീവിതം എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു എൻ്റെ കൺമുന്നിൽ നിന്ന്. ഇവളെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് വളരെ ക്ലിയർ ആയിരുന്നു. ഇവളെ കൊണ്ട് പറയിച്ച് ഞാൻ ജീവിതത്തിന് ആ സ്പോട്ടിൽ അന്ന് കാലത്ത് അവളുടെ ജീവിതത്തിന് ഞാനിട്ട വില, ഒരു ഡയാലിസിസിന് 2000 × 13 സമയം 26,000 പ്ലസ് അസോസിയേറ്റഡ് ചിലവ് എല്ലാം കൂടി ചുരുങ്ങിയൊരു 40,000 രൂപയാണ് അവൾക്ക് ഞാൻ ജീവിതത്തിന് ഒരു മാസത്തേക്ക് വിലയിട്ടത്. അവൾ തിരിച്ചെന്നോട് പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ, നിനക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ എന്നെ അങ്ങോട്ട് കൊന്നു തന്നേക്ക് എന്ന് പറഞ്ഞു. ഇതൊരു വൻ തിരിച്ചറിവായിരുന്നു. ഈ മനുഷ്യരനുഭവിക്കുന്ന, ഈ ചുറ്റുവട്ടത്തുള്ള ഇത്തരം ആളുകൾ അനുഭവിക്കുന്ന പ്രയാസത്തിൻ്റെ ആഴം പിന്നെ ഒരു ഇറക്കമായിരുന്നു. നാടായ നാട് മുഴുവൻ മനുഷ്യരോട് പറഞ്ഞു, ഇത് ഔദാര്യമല്ല, ഇത് ബാധ്യതയാണ്. നിൻ്റെ നാട്ടിൽ ഇന്ന് കിടക്കുന്ന ആ മനുഷ്യർ നിൻ്റെ ബാധ്യതയാണ്. നിനക്ക് ദൈവം കാശ് തന്നത് ഇതിനു വേണ്ടി തന്നെയാണ്. നിൻ്റെ ഒരു പോർഷൻ ഇതിന് കൊടുത്തേ പറ്റൂ. നിൻ്റെ സമയം, നിൻ്റെ ഫിസിക്കൽ എഫേർട്ട്, നിൻ്റെ കാശ്, സകല സംഗതിയും കൊടുത്തേ പറ്റും. ഇത് ഔദാര്യമൊക്കെയായി കണ്ട് ചാരിറ്റിയാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കല്ലേ എന്ന് പറഞ്ഞു. മുഴുവൻ ആളുകളും ഭയങ്കര പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു. ഓരോ വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും സകല മനസംഗതിയിലും അതിൻ്റെ ഭാഗമാണ്. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മുഴുവൻ മനുഷ്യരോട് പറഞ്ഞു, നാളെ നീ കിടക്കേണ്ട കട്ടിലല്ലേ. നമ്മൾ കാണുന്ന 10 ഒരാൾക്ക് കിഡ്നി പ്രോബ്ലം ഉണ്ട് എന്നാണ് കണക്കെങ്കിൽ, നാളെ ഞാൻ കിടക്കേണ്ട കട്ടിലാണത്. ഞാൻ കിടക്കുന്നതിന് മുമ്പ് ഞാൻ കിടന്നാൽ എന്നോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ആളുകൾ വരണമെങ്കിൽ ഇന്ന് ഞാൻ മറ്റുള്ളവരോട്, ആ പ്രോസസ്സാണ് നിങ്ങൾ പറഞ്ഞ പോലെ പലരും അവരുടെ മുഴുവൻ കൊടുത്തു. അങ്ങനെ കൊടുത്ത കൂട്ടത്തിലാണ് അത് നമുക്ക് നല്ല തിരിച്ചറിവുണ്ട്. ആ ഭിക്ഷക്കാരൻ്റെ പരശു വരുന്ന സമയം വടകരയിൽ സ്റ്റേഷനിൽ 100 കണക്കിന് ആളുകൾ നിൽക്കുന്ന സമയത്ത് ഈ ബക്കറ്റും തലയിൽ പ്ലക്കാർഡും കയ്യിൽ തലയിൽ ക്യാപ്പും പ്ലക്കാർഡൊക്കെ പിടിച്ച് ബക്കറ്റൊക്കെ പിടിച്ച് ഇവർ നടക്കുന്നതിനിടയിൽ ഈ ആൾക്കാരോട് അതൊരു 1 ഡേ കളക്ഷനാണ്. അത് അതെ, ഹ്യൂജ് സംഗതി. അതിന് കംപ്ലീറ്റ് ഒരുങ്ങും. അന്നത്തെ ദിവസം എല്ലാവരും വടകര ബെൽറ്റിലുള്ള മുഴുവൻ മനുഷ്യരും അത് ലോകത്തിന് ഇന്നും മനസ്സിലാവാത്ത, അതെ ലോകത്തിന് ഇന്നും മനസ്സിലാവാത്തൊരു സംഗതി. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതൊരു പ്യോർലി ഒരു കമ്മ്യൂണിറ്റി, കാരണം കമ്മ്യൂണിറ്റിയോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാം, പോസിറ്റീവായിട്ട് സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ ബാധ്യത ഔദാര്യമല്ല. ഇതുകൊണ്ട് പൊളിറ്റിക്കൽ മൈലേജ് ഇല്ല, മതത്തിന് മൈലേജ് ഇല്ല, മറ്റൊരു ക്രെഡിറ്റ് ഇല്ല. ഇതെൻ്റെ ബാധ്യത. ഈ മനുഷ്യരുടെ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ആ കണ്ണീര്, നിശ പിറ്റേ ദിവസം തന്നെ മരിച്ചിട്ടോ. അവൾ പോയില്ല പിറ്റേത്. അന്ന് അവൾ പോയില്ല. ഞാനത് മടങ്ങി അവളെ വണ്ടി തിരിച്ചയച്ചു. പിറ്റേ തന്നെ അമ്മയുടെ, എനിക്ക് ട്രീറ്റ് ചെയ്യാൻ സമയം കിട്ടുമെന്നൊക്കെയാണ് വിചാരിച്ചത്. എൻ്റെ കരുതലിനൊക്കെ മാറ്റി അമ്മയുടെ മടിയിൽ തലവെച്ച് തന്നെ അവൾ പോയി. നല്ലൊരു ഹാർട്ട് അറ്റാക്ക് വന്ന് അവൾ പോയി. അപ്പോൾ ഈ ഇനിയൊരു നിശയുടെ കണ്ണീര് ഭൂമിയിലേക്ക് വീഴരുത് എന്നായിരുന്നു അന്നത്തെ ഒരു പ്രതിജ്ഞ. അതിൻ്റെ ഭാഗമാണ് ആ പരശു പോണ സമയത്ത് 100 കണക്കിന് ആളുകൾ ഉണ്ടായിരിക്കെ ഇവർ പോണ സമയത്ത് ഇവരോട് പ്ലക്കാർഡും ക്യാപ്പും ബക്കറ്റൊക്കെ കണ്ടപ്പോൾ ഒരു ഭിക്ഷക്കാരൻ ചോദിച്ചത്രേ, ഇതെന്തേ സംഗതി എന്ന്. അപ്പോൾ ആളുകളൊക്കെ ട്രെയിൻ വരുന്ന സമയത്ത് ആൾക്കാർക്ക് വേറെ പണിയൊന്നുമില്ല, എല്ലാവരും ഇവരെ നോക്കാൻ തുടങ്ങിയപ്പോൾ ഇവരും അതൊരു തമാശയാക്കി എടുത്ത്. ഇവർ പറഞ്ഞത്രേ, വടകരയുണ്ട്, ഡയാലിസിസ് ഉണ്ട്, മനുഷ്യരുണ്ട്, പൈസ വേണം, അവർക്ക് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരും ചിരിച്ചത്രേ. ഒന്നും ആലോചിക്കാതെ അയാൾ ആ കയ്യിലുള്ള പിച്ചച്ചട്ടി മുഴുവൻ തിരിച്ച് ബക്കറ്റിലേക്ക് കമഴ്ത്തി. അതൊരു ഭയങ്കര പോസിറ്റീവായിരുന്നു. മനുഷ്യർ അവരുടെ കയ്യിലുള്ള മുഴുവൻ, ചിലരവരുടെ പേഴ്സൻറ്റേജ് കൊടുത്തു, ചിലരവരുടെ പോർഷൻ കൊടുത്തു, പക്ഷെ ചിലർ അവരുടെ കയ്യിലുള്ള മുഴുവനും കൊടുത്തു. അപ്പോൾ ആ കാശിന് നമ്മൾ വില വെച്ചു. ഈ വരുന്ന ഇപ്പോഴും തണലിൻ്റെ ഓരോ നയാ പൈസക്കും അതിനെ വില വെക്കും. അതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി അതുപോലെ നിലനിർത്തും. 2026 എത്ര പേർക്ക് സൗജന്യ ഡയാലിസിസ് ചെയ്തിട്ടുണ്ടാവും? നമ്പറില്ലപ്പാ. നമുക്ക് 92 ഡയാലിസിസ് കേന്ദ്രങ്ങളുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൗജന്യ ഡയാലിസിസ് ചെയിനാണിത്. പക്ഷെ ആളുകളോട് പറയാറില്ല. ഇന്ന് വരെ ചെയ്തു വെച്ച സംഗതി എത്രയാണെന്നുള്ളത്. അത് ലക്ഷങ്ങളും കൂടിയോ ആയിരിക്കും.
കാരണം എത്ര വർഷമായി? ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ചെയിനാണത്. അതൊരു ചെയിൻ എന്നതിന് മാത്രമല്ല, ഇതുവഴി ഉണ്ടായ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, ഇത് കണ്ടുകൊണ്ട് പലരും ഈ പ്രോസസ്സിലേക്ക് വന്നു. ആളുകളോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇതിനൊരു ഔദാര്യമായി കാണല്ലേ, നിങ്ങൾ പൊലിപ്പിക്കുന്ന ഒരു ഉദ്ഘാടനമോ സംഗതിയോ നടത്തല്ലേ, ഇത് നമ്മുടെ ബാധ്യതയും അവൻ്റെ അവകാശമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ടീമൊക്കെ ഇതിൻ്റെ കൂടെ വന്നു. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കിഡ്നി സേഫാക്കാൻ വേണ്ടി അവരുടെ കൂടെ നിന്നു. അവരോട് അതിനനുസരിച്ച് കൂടെ നിന്ന് പണിയെടുക്കാൻ വേണ്ടി പറഞ്ഞു. അവരുടെ അത്തരം പ്രോസസ്സിലേക്ക് ഉണ്ടായി. അപ്പം നമ്പർ പറയണത് എളുപ്പമല്ലാത്ത, കാരണം നമ്പറിന് വേണ്ടി എങ്ങനെ അങ്ങ് ഉണ്ടാക്കി ഓരോ മാസം ഇത്രയായി എന്ന് പറഞ്ഞ് വിളിച്ച് പറയാത്തത് കൊണ്ട് തന്നെ ആ നമ്പറിലൊരു പ്രസക്തി കൂട്ടത്തിലുള്ള ആൾക്കാരോടും പറഞ്ഞു. എല്ലാവരോടും പറയുന്ന വർത്തമാനം ഇതാണ്, കയ്യിലുള്ള കാശ് ചിലവഴിച്ചിട്ട് ഇതിൻ്റെ കൂടെ വരിക. ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു നയാ പൈസ വലിക്കരുത്. ഇതിനുള്ളിൽ നിന്ന് വരേക്കുള്ളൊരു സംഗതി ആരും ഇതിൻ്റെ ടെലിഫോണിനോ ബാക്കി സംഗതി ഒരാളൊരു നയാ പൈസ എടുക്കില്ല. അവരുടെ ബാക്കി വകുപ്പ് ഉണ്ടാകുന്നു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ ഏത് ആദർശത്തിൻ്റെ, ഏത് മതത്തിൻ്റെ, ഏത് വക്താവായാലും ഇതിൻ്റെ ഡോറ് വരെ ഉള്ളിലേക്ക് നിങ്ങൾ അതിനെ കൊണ്ടുവരരുത് എന്ന് പറയും. ആളുകളത് ആക്സെപ്റ്റ് ചെയ്യും, അതിനനുസരിച്ച് പോകും. അതിനനുസരിച്ചിട്ട് വൈഡായിട്ട് ആളുകൾ വരാൻ തുടങ്ങി. 1 by 1 പ്രോഗ്രാം അങ്ങനെ അങ്ങോട്ട് പോയി. ഭിന്നശേഷിക്കാരുടെ വിഷയത്തിലായി, ആരുമില്ലാത്ത ആളുകളുടെ വിഷയത്തിലായി, കിഡ്നിക്കാരുടെ വിഷയത്തിലായി. ഭിന്നശേഷിക്കാരുടെ വിഷയത്തിൽ തന്നെ സ്കൂൾ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് മനസ്സിലായി അതല്ല, ജനിക്കുന്നതിന് മുമ്പേ തന്നെ അവരുടെ വിഷയത്തിൽ ഇടപെടണം. അങ്ങനെ ഒരു ഏർലി ഇൻ്റർവെൻഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായി. ജനിച്ച ഉടനെ അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡിൽ തന്നെ ഇടപെടാൻ വേണ്ടി തുടങ്ങി. അതൊരു ഭയങ്കര ഒരു സയൻറ്റിഫിക് സാധനം. ചാരിറ്റി എന്ന് പറഞ്ഞ ഒരു കോംപ്രമൈസ്ഡ് ക്വാളിറ്റി കോംപ്രമൈസ് എന്നൊരു സംഗതി കൊടുക്കുന്നതിന് പകരം ഏറ്റവും സയൻസിനെയും ടെക്നോളജിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല സംഗതി അവരുടെ കൂട്ടത്തിൽ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെയാണ് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഏർലി ഇൻ്റർവെൻഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തുടങ്ങിയത്. അതിന് ഭയങ്കര ആക്സെപ്റ്റൻസ് ഉണ്ടായി. ഇന്നിപ്പോൾ എന്താ ഒരു സംഗതി വെച്ചാൽ 6 വയസ്സിന് ചോടെയുള്ള മക്കൾ നമ്മുടെ കൂടെ വരുന്നു, ജനിച്ച പാടെയുള്ള മക്കൾ വരുന്നു, പ്രഗ്നൻസി തന്നെ നമ്മളിത് കണ്ടുപിടിക്കുന്നു. വലിയൊരു പ്രതിസന്ധി വെച്ചല്ലേ, ഈ ഒരു ആദ്യത്തെ കുഞ്ഞ് ഭിന്നശേഷിയായി ജനിക്കുന്ന കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം മെജോറിറ്റി അടുത്ത കൺസീവ് ചെയ്യാൻ റെഡിയല്ല. എന്താ വെച്ചാൽ അല്ല, ഞാൻ ദുബായിൽ വെച്ചിട്ട് കണ്ട ഒരു ഫാമിലി, കണ്ണൂരുള്ള ഒരു ഫാമിലി, ഭയങ്കര ഹൈപ്പറായിട്ടുള്ള മോന്. ഇവനെ ഞാനവിടെ എത്തി പറഞ്ഞിട്ട് ആരോ എന്തോ പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഭയങ്കര ഹൈപ്പർ. ഇവൻ മുറിയിലേക്ക് ആ ഒരു ഫ്ലാറ്റിലേക്ക് കയറിയപ്പോൾ തന്നെ അവൻ്റെ കൈ ഒരു ഭാഗത്ത് പോകണു, കാലൊരു ഭാഗത്ത് പോകുന്നു, ഒരു ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ്. അച്ഛനമ്മയെ അടുത്തിരുന്ന് വർത്തമാനം പറയുന്ന കൊടുത്ത് എനിക്ക് മനസ്സിലായി ഒന്നേ ഉള്ളൂ എന്ന്. അപ്പോൾ അച്ഛനായിട്ട് എന്നോട് സംസാരിച്ചു കൊടുക്കുന്നത്, അമ്മ ഇവനെ പിടിച്ചു വെക്കുന്ന ഒരു പണിയിലായിരുന്നു. അച്ഛനോട് ഞാൻ ചോദിച്ചു, എന്തേ ഈ വർത്തമാനം മൂപ്പരുടെ സകല സമ്പത്തും തീർത്തിട്ടുണ്ട്, ആളുകൾ പറയുന്ന സ്ഥലത്തൊക്കെ മോനെയും കൊണ്ടുപോകും, ചെയ്യാവുന്നെല്ലാം ചെയ്യും, ഇദ്ദേഹം ദുബായിൽ നിന്ന് കഷ്ടപ്പെടും, ഭാര്യ കണ്ണൂരിൽ നിന്ന് മോനെയും കൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, എൻ്റെ രണ്ടാമത്തിനെ കുറിച്ച് ആലോചിക്കാഞ്ഞു എന്ന് അച്ഛനോട് ചോദിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞ് മറുപടി പറയുന്ന അമ്മയാണ്. പൊട്ടിക്കരഞ്ഞ അമ്മ പറഞ്ഞു, ഇവനെപ്പോലെ ഒന്നിനെയും കൂടിയോ എന്ന് ചോദിച്ചു. ഇവനെ മിണ്ടിയില്ല. ഇതൊരു സാധനമാണ്. അവിടെയും സയൻസിന് കൃത്യമായിട്ട് ഉത്തരവുണ്ട്. നമ്മൾ വൃത്തിയായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്തിട്ട് ഇവൻ്റെ ഡയഗ്നോസിസിലെത്തിയിട്ട് ഈ ഒരു സംഗതി അടുത്ത കുട്ടിയിലേക്ക് വരില്ല എന്ന് ഉറപ്പ് കൊടുത്താൽ അതിന്ന് സയൻസിന് വകുപ്പുണ്ട്, ആ ഒരു സംഗതിയിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു സാധനം പറഞ്ഞു കൊടുത്തു. അപ്പം അത് കുറേ ആളുകളുടെ ജീവിതത്തിലേക്കുള്ളൊരു തിരിച്ചു വരവുണ്ടായി. ഇങ്ങനെ ഓരോരോ എലമെൻറ്റോ ആ എലമെൻറ്റിൽ മുഴുവൻ ഒരു കോംപ്രമൈസ്ഡ് ഒരു സംഗതി കൊണ്ടുവരുന്നതിന് പകരം ക്വാളിറ്റിയുള്ള ഒരു സാധനം കൊണ്ടുവന്നു. അങ്ങനെയാണ് ഇതിങ്ങനെ മുന്നോട്ട്. ഇപ്പോൾ ഏകദേശം 21 പ്രോഗ്രാമുണ്ട്. ഭിന്നശേഷിക്കാരുടെ 3 ഏർലി ഇൻ്റർവെൻഷൻ, സ്പെഷ്യൽ സ്കൂള്, വൊക്കേഷണൽ റീഹാബ്, ഡയാലിസിസുകാരുടെ സാധനം, കമ്മ്യൂണിറ്റി സെക്യൂരിറ്റി, മാനസിക രോഗികൾ. വീടിൻ്റെ ചുറ്റുവട്ടത്ത് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ കാസർഗോഡ് പോയപ്പോഴാണ് ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു കാഴ്ച കണ്ടത്. ഒരു വീട്ടിൽ ഒരു 75 വയസ്സ്. ഞാൻ ചോദിക്കണത്, ഇത് ആളുകളോട് ചോദിക്കണത് എന്താ ഇതിനൊക്കെ എന്ത് കാരണം? എവിടെയോ ഞാൻ ആ അസ്തിത്വം പറയുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. കാരണം ഒരു വീട്ടിൽ ഒരു പ്രായമുള്ള 75 വയസ്സ് പ്രായമുള്ള സ്ത്രീ, ആ വല്യമ്മയാണ്, ആ വീട്ടിലെ വല്യമ്മ, കാസർഗോഡ് ജില്ലയിലെ. അപ്പോൾ ആ സ്ത്രീ പ്രസവിച്ച 6 മക്കൾ, 6-ൽ 4 പേര് മരിച്ചു, ബാക്കി 2 പേരുണ്ട്. ആ ഒരു മരിച്ച ഒരാളും ഒരു നിലവിൽ ജീവിച്ചിരിക്കുന്ന ഒരാളും നാട്ടുകാർ കല്യാണം കഴിപ്പിച്ചു. അവരും കൂടെ പ്രസവിച്ചു. ഒരാൾ പ്രസവിച്ച 3 ആണിനെയും 1 പെണ്ണിനെയും, ഒരാൾ പ്രസവിച്ച 2 പെണ്ണിനെ. അതിലുള്ള ഒരു മകൻ, 24 വയസ്സ് പ്രായമുള്ള ഒരു മകൻ. അപ്പോൾ ഈ മരിച്ച സ്ത്രീയിലുണ്ടായിരുന്ന 3 ആൺമക്കൾ, ഒരാളുള്ളത് കാസർഗോഡ് അഗതി മന്ദിരത്തിൽ, മാസം 5000 രൂപ കൊടുക്കാത്രേ. ഒരാളുള്ളത് തൃശ്ശൂർ അഗതി മന്ദിരത്തിൽ, മാസം 10000 രൂപ കൊടുക്കാത്രേ.
ഒരാളുള്ളത് കോഴിക്കോട് അഗതി മന്ദിരത്തിൽ മാസം 5000 റുപ്യ കൊടുക്കാത്രേ. അപ്പോൾ ഒരു ദിവസം എനിക്ക് കോൾ വന്നാണ്, ഈ കാസർഗോഡുള്ള പയ്യൻ ഭയങ്കര വയലൻ്റാണ്, ഹൈപ്പറാണ്, അവൻ അവിടെ നിർത്താൻ കഴിയില്ല, നമുക്ക് വയനാട്ടിലൊരു കേന്ദ്രമുണ്ട് സഹാറ ഭാരത് എന്ന് പറഞ്ഞിട്ട്, അവിടേക്ക് എടുക്കാവോ എന്ന് ചോദിച്ചിട്ട് വന്നതാണ്. അങ്ങനെയാണ് ഞാൻ ആ വീട്ടിൽ പോയി നോക്കണത്. അപ്പോൾ ഈ പയ്യൻ അവിടെയാണല്ലോ ഉള്ളത്. വീട്ടിൽ പോയി നോക്കുന്ന സമയത്ത് ഈ സ്ത്രീയുടെ, ഈ വല്യമ്മേൻ്റെ കൂടെ 3 മക്കൾ, ഒരാളുടെ ഇവരുടെ ജീവിച്ചിരിക്കുന്ന ഒരു മോള്, ആ നഖം ഇത്ര വലുപ്പമുണ്ട്, മൊത്തം നഖം. എൻ്റെ കണ്ണ് ആ നഖത്തിലേക്ക് പറഞ്ഞപ്പോഴാ ആ സ്ത്രീ പറയുക, വയലൻ്റ് ആവുന്ന സമയത്ത് ഇവൾ ശരീരം മുഴുവൻ പിച്ചി ചീന്തു അത്രേ. ആര് വരുമ്പോഴും അവരുടെ മേലേക്ക് ഈ കൈ കൊണ്ടുപോകാം അത്രേ. അടുത്ത ഒരു ഫിറോസ് എന്ന് പറഞ്ഞിട്ട് 40-45 വയസ്സിലൊക്കെ താടിയും മുടിയൊക്കെ നീട്ടിയ ഒരു ചങ്ങാതി. ഇതെന്തൊരു കാഴ്ച എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ആ ഉമ്മ വന്ന് പറഞ്ഞു, മോനെ അവനെ ഇങ്ങോട്ട് എത്തിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണേ എന്ന് പറഞ്ഞു. ഞാൻ എന്തും അവൻ വന്നാൽ ഇപ്പം എന്താ ഉണ്ടാവുക? കാസർഗോഡുള്ള പയ്യനുണ്ടല്ലോ, അവൻ വന്നാൽ എന്താ ഉണ്ടാവുക ചോദിച്ചപ്പോൾ അമ്മ അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. ഒറ്റ ജനലില്ല, ഒറ്റ ജനാലക്ക് ഗ്ലാസ് ഇല്ല, അവനത് മുഴുവൻ അടിച്ചു പൊട്ടിക്കും. എന്തെങ്കിലും വരുമ്പോഴെല്ലാവരും അവൻ അടിക്കും എന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴാണ് ആ അമ്മ കരയണത്. അപ്പോൾ ഞാൻ ആ കാസർഗോഡ് പോയിട്ട് ആ പയ്യനെ കണ്ടു. 24 വയസ്സ് പ്രായമുള്ള പയ്യൻ, വായെന്നിങ്ങനെ കേല ഒലിപ്പിച്ചിട്ടുള്ള ഒരു പയ്യൻ, മുഖം ഇങ്ങനെ ഇങ്ങനെ തുറന്ന് വെക്കുന്ന ഒരു പയ്യൻ. രക്ഷയില്ല. അവനെ സഹാറയിലേക്ക് പിറ്റേ ദിവസം തന്നെ എടുത്തു. തിരിച്ചറിവ് എന്തേ ചോദിച്ചാൽ, സൊല്യൂഷൻ ഇല്ലാത്ത ഒന്നുമില്ല ലോകത്ത്, സൊല്യൂഷൻ ഉണ്ട് എവിടെയോ. അപ്പോൾ ആ സൊല്യൂഷൻ എന്തേന്നുള്ളതാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത്. അത് പൊതുസമൂഹമാവാം, സയൻസ് ആവാം, ടെക്നോളജി ആവാം. ഇതൊന്നുമല്ലാത്ത ഈ ഉമ്മക്ക് വേണ്ട സാധനം ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരെന്ത് തെറ്റ് ചെയ്തു? ആ വീട്ടിൽ ബ്രെയിൻ നന്നായി വർക്ക് ചെയ്യുന്ന ഒരേ ഒരാൾ, അവർ പ്രസവിച്ച 13 പേരാണ് ഈ അർത്ഥത്തിൽ ഭിന്നശേഷിയും സൈക്യാട്രിയും. ഇത് ആരുടെ കുറ്റം? ഇത് അവർ ചെയ്ത എന്തൊരു കുറ്റമാണെങ്കിൽ ഓക്കെ. അപ്പോൾ ഇതിൽ ഈ മനുഷ്യരെ കാണാതിരുന്നൂടാ എന്നുള്ള തിരിച്ചറിവിലാണ് മനുഷ്യരോട് സംസാരിച്ചത്. ഒരു പഞ്ചായത്തിൽ മാത്രം 400-ലധികം ഭിന്നശേഷിക്കാരുണ്ടെന്ന കണക്ക് നമുക്ക് അറിഞ്ഞൂടാ. ഒരു പഞ്ചായത്തിൽ മാത്രം 300-ലധികം മാനസിക രോഗികളുണ്ടെന്ന കണക്ക് നമുക്ക് അറിഞ്ഞൂടാ. ഒരു പഞ്ചായത്തിൽ മാത്രം 250-ലധികം കിടപ്പിലായ പാലിയേറ്റീവ് വേണ്ട മനുഷ്യരുണ്ടെന്ന കണക്ക് നമുക്ക് അറിഞ്ഞൂടാ. ഒരു പഞ്ചായത്തിൽ മാത്രം 40ഓളം ഡയാലിസിസ് രോഗികളും അറിഞ്ഞൂടാ. അപ്പോൾ ഈ മനുഷ്യരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിത വിജയം എന്ന് പറയും. അതുകൊണ്ടാണ് ഇതൊരു ബാധ്യതയാണ്, ഔദാര്യമല്ല എന്ന് പറഞ്ഞത്. ഈ പാലിയേറ്റീവ് വണ്ടികൾ നാട്ടു ഇടവഴികളിലൊക്കെ കണ്ടു തുടങ്ങുമ്പോഴാണ് ഓരോ നാട്ടിലും കിടപ്പ് രോഗികളും പലവിധ പ്രയാസങ്ങളുള്ളവരുണ്ടെന്ന് നാം അത് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് ഒന്ന് ഇവരാരോടൊട്ട് പറയാറില്ലാത്തൊരു സംഗതി. നമ്മൾ തിരിച്ചങ്ങടേക്ക് പോലെ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, 1.5 മാസം അല്ലേ, 1.5 മാസം നമുക്ക് പഴയ നമുക്കത് ആലോചിക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. നമുക്ക് നമ്മുടെ ആലോചനയിൽ എവിടെ എത്തൂല. അത് കുട്ടികളും അവരുടെ ബന്ധുക്കളും മാത്രമല്ല, നാടാകെ ഉത്തരവാദികളാണ് ശരിക്കും. 1.5 മാസം പഴക്കമുള്ള ഒരു അസ്ഥികൂടം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അയൽപ്പക്ക ബന്ധം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അയൽപ്പക്കത്തിലൊരു 10 വീട്ടിലെ കയറിയാൽ മതി. മനുഷ്യൻ എന്തേ ചെയ്യണ്ടു ചോദിച്ചാൽ ഞാൻ ആളുകളോട് പറയാറുള്ള, കുട്ടികളോടാണെങ്കിലും എല്ലാത്തവരോടൊക്കെ പറയാറുള്ളത്, അയൽപ്പക്കത്തിലൊരു 10 വീട്ടിൽ കയറിയാൽ മതി. അവിടെ ഒരു ഭിന്നശേഷിക്കാരി കുട്ടിയുണ്ട്, അവിടെ ഒരു കിടപ്പ് രോഗിയുണ്ട്, അവിടെ ഒരു മാനസിക രോഗിയുണ്ട്, അവിടെ ഒരു ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന ആരോ ഉണ്ട്. അവൻ്റെ വിഷയത്തിൽ നീ ഇടപെട്ടാൽ എങ്കിൽ തീരാവുന്നൊരു പ്രശ്നം മാത്രമേ കേരളത്തിലുള്ളൂ. ആ കേരളത്തിൽ നിന്നാണ് പിന്നെ പുറലോകത്തേക്ക് പോയത്. ഈ പ്രവർത്തനത്തിന് കിട്ടുന്നൊരു പിന്തുണയുണ്ടല്ലോ, ഒരുപക്ഷെ ഈ തണലിൻ്റെ വളരെ സുതാര്യമായ ഒരു പ്രവർത്തനം വിലയിരുത്തുന്നുണ്ട് സമൂഹം. അതുകൊണ്ട് തന്നെയാണ് ഒരു അകമഴിഞ്ഞ പിന്തുണ ലഭിക്കുന്നത്. അത് ഏതൊക്കെ തരത്തിലാണ്? എല്ലാ അർത്ഥത്തിലും. നിങ്ങളൊരു സാമ്പത്തികമാണെങ്കിൽ ഒരു വർഷം തണൽ ചിലവാക്കുന്നത് 160 കോടിയുടെ മുകളിലാണ്. ഒരു വർഷം, ഒരു മാസം ചിലവാക്കുന്ന ഏകദേശം 10-14 കോടി റുപ്യ. ഒരു നയാ പൈസ പോലും ഫിക്സ്ഡ് ഇൻകം ഇല്ല. ഒന്ന് ആലോചിച്ചാലോ എത്ര മനുഷ്യർ സഹായിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. ഒരു 14 കോടി റുപ്യ ഒരു മാസം വരിക എന്നൊക്കെ പറഞ്ഞാലുള്ളൊരു സാധനം. നമ്പർ 2, പിന്നെ ഫിസിക്കൽ 20,000-ലധികം വോളണ്ടിയേഴ്സ് ഉണ്ട് ഇതിൻ്റെ കൂടെ. ആ മനുഷ്യരുടെ ഈ പറയുന്ന ഫിസിക്കൽ സംഗതികൾ, അത് എല്ലാ അർത്ഥത്തിലും, അത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ആ മനുഷ്യരോടൊക്കെ നമ്മൾ പറയാവുന്ന ഈ വർത്തമാനം പറയുമ്പോൾ ഇവരൊക്കെ കൂടെ വരുന്നു. ഇവർക്ക് തിരിച്ചു കിട്ടണം. ചിലർക്ക് ദൈവികമായ സാധനം എന്ന് പറയും, ചിലരത് സംതൃപ്തി എന്ന് പറയും. എന്തായാലും എന്താണോ കിട്ടണം അത് കൊണ്ട് പോകും. ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇതിൻ്റെ ഭാഗമായ ആളുകൾ നിരവധിയുണ്ട്. പക്ഷേ അതും അല്ലാതെ തന്നെ
അത് കണ്ടുകൊണ്ട് അല്ലേ ചില കാഴ്ചകൾ അത് ശരിയാട്ടോ കറക്റ്റാണ്. ചില ഈ ക്യാൻസർ രോഗിയുടെ തുടക്കത്തിലേക്ക് ഉണ്ടായിരുന്ന സാധനം ക്യാൻസർ രോഗിയുടെ വീട്ടിലേക്ക് നമ്മൾ പോകും, അവർക്ക് കിട്ടിയ ഗുണമൊക്കെ കാണുമ്പോഴായിരിക്കും പിന്നെ അവരുടെ വീട്ടിലുള്ള അവരുടെ മകൻ കൊച്ചുമകൻ ഒക്കെ ഇത്തരം സംഗതിൻ്റെ കൂട്ടത്തിൽ വരുന്നത്. പിന്നെ CSR പോലെയുള്ള മലബാർ പോലെയുള്ള ഒരു ഓർഗനൈസേഷൻ, ചില ആളുകളുടെ അത്തരമൊരു സാധനം. മലബാറിൻ്റെ ചെയർമാൻ അഹമ്മദക്കായെക്കുറിച്ച് ഞാൻ പറയുക, ലോകത്തോളം ചിന്തിക്കുന്ന, ലോകത്തോളം വിശാലമായി കാണുന്ന, അവർ വഴിയാണ് നമ്മുടെ ഹങ്കർ ഫ്രീ വേൾഡ് പറഞ്ഞിട്ട് ഈ ഫീഡ് ദ നീഡി എന്നായിരുന്നു തണൽ അതിൻ്റെ പേര് വിളിച്ചത്. അമ്മക്ക് പറഞ്ഞു അത് പോരാ, ലോകത്തിൻ്റെ ദാരിദ്ര്യം ഇല്ലാതാക്കണം, പട്ടിണി ഇല്ലാണ്ടാക്കണം. ഹങ്കർ ഫ്രീ വേൾഡ് എന്ന് മൂപ്പര് പേര് വിളിച്ചു. 21 സ്റ്റേറ്റിലുണ്ട് തണലിൻ്റെ ആക്ടിവിറ്റി. ഒരു ദിവസം അറൗണ്ട് ഒരു 1.5 ലക്ഷം മനുഷ്യർക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു കൺസെപ്റ്റിലേക്കാണ്. അതെ, ആ ലെവലിലേക്ക് അത് ഇത്തരം ആളുകളുടെ ഇവരുടെ കൂടെ ഇവരുടെ ഈ ഒരു സംഗതിയോടെ അലൈൻ ചെയ്ത് തണൽ കൂടെ നിൽക്കുന്നു. അതിനനുസരിച്ച് അപ്പോൾ മലബാറിൻ്റെ മിഷൻ ഹങ്കർ ഫ്രീ വേൾഡ് എന്നുള്ള അത് തണൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഒരു വർഷം ചിലവാക്കുന്ന ഏകദേശം 200 കോടിയാണ്. തെരുവിലുള്ള മനുഷ്യർക്ക് വളരെ സിമ്പിളാണ്. ലോകത്തെവിടെയും ഒരു ഹോംലെസ് കമ്മ്യൂണിറ്റിയെ ഇമ്പ്രൂവ് ചെയ്തതിൻ്റെ ഒരു തിരിച്ചു ചെയ്തതിൻ്റെ ഒരു വിജയഗാഥമില്ല. പക്ഷേ ഇന്ന് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരിക 21 സ്റ്റേറ്റിൽ ഈ ഒരു ആക്ടിവിറ്റി ഉണ്ട്. എന്താ ചെയ്യുന്നത് വെച്ചാൽ തെരുവിൽ കിടക്കുന്ന മനുഷ്യർക്ക് ഒരു നേരത്തെ അന്നം, ഒരു ദിവസം ഒരു നേരമെങ്കിലും അന്നം കിട്ടണം. അത് ഏകദേശം 40,000 മേലെ ആളുകൾക്ക് ഓരോ ദിവസവും കൊടുക്കും. രണ്ടാമത്തെ, ഇവർ നാളെ തെരുവിൽ നിന്ന് തിരിച്ചു പോകണമെങ്കിൽ ഇവർക്ക് വിദ്യാഭ്യാസം കിട്ടിയേ പറ്റൂ. അപ്പോൾ ഇവർക്കിപ്പോൾ കൊടുത്തുകൊണ്ട് കാര്യം ഇവരുടെ മക്കൾ, ഇതൊരു പാരമ്പര്യമായിട്ട് ഗ്രാൻഡ് ഫാദർ ഇവൻ്റെ അടുത്ത മക്കൾ ഇവരൊക്കെ തെരുവിലായിരിക്കും. അപ്പോൾ അവനെ തെരുവിൽ വെച്ചിട്ട് തന്നെ വിദ്യാഭ്യാസം കൊടുക്കാൻ തുടങ്ങി. മൈക്രോ ലേണിംഗ് സെൻറ്റർ പറഞ്ഞിട്ട് 1,50,000 മക്കൾ ഇന്നത്തെ അവസ്ഥയിൽ ഇതിൻ്റെ കൂടെ ഉണ്ട്. ഒരു സ്കൂളിൽ 40 പേരാണ് ഉണ്ടാവുക. അത് അതേ സ്ലമ്മിൻ്റെ അവരുടെ ചേരിയിൽ അവരുടെ താഴെ തന്നെ ഉണ്ടാവും. അതിലുള്ള അട്രാക്ഷൻ എന്ന് വെച്ചാൽ അവർക്ക് ഒരു നേരത്തെ മീല് കൊടുക്കും. അതായത് ഒരു ഗ്ലാസ് പാല്, ഒരു മുട്ട, ഒരു ബൗള് ചന. ഇത് കിട്ടാൻ വേണ്ടി അവർ വരും. അവരെ സംബന്ധിച്ച് ചിലപ്പം റൈസ് ഉണ്ടാവും, പക്ഷെ മുട്ട ഉണ്ടാവില്ല, മുട്ടയുടെ ന്യൂട്രീഷൻ കിട്ടില്ല. അപ്പോൾ അത് വെച്ചിട്ട് അവർക്ക് കുടിവെള്ളം കൊടുക്കും. സ്ട്രീറ്റ് മെഡിക്കൽ ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ നാട്ടിലൊരു ഡോക്ടർ പോവും. അവരിൽ പ്രയാസമുള്ള ആൾക്കാരെ താമസിപ്പിക്കാൻ ഗ്രാൻഡ് ഹോം, ഷെൽട്ടർ ഹോം ഉണ്ടാക്കി അവർക്ക് പേപ്പേഴ്സ് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനൊരു സാധനം ചെയ്യുമ്പോഴേക്കും അവരുടെ അടുത്ത തലമുറ തിരിച്ച് സമൂഹത്തിലേക്ക് വരും. ഇതിനൊക്കെ ഒരിടത്തു നിന്നാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. കോഴിക്കോട് വെച്ചിട്ടാണ് ഇതൊക്കെ ഇന്നിപ്പോൾ നിലവിൽ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഒരു സെൻട്രൽ ഓഫീസ് കോഴിക്കോടാണ്. ആഴ്ചയിൽ ഒരു ദിവസം, ഇന്ന് ഈ വ്യാഴാഴ്ച ദിവസമാണല്ലോ, ആഴ്ചയിൽ ഒരു ദിവസം ഇതിൻ്റെ സെൻട്രൽ ഭാരവാഹികൾ അവർ ഒത്തുകൂടും. അതിന് കൃത്യമായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടാവും. അവരുടെ കംപ്ലീറ്റ് മോണിറ്ററിങ് സിസ്റ്റം സംഗതി നടക്കും. അവിടെ നിന്നാണ് ട്രെയിനിങ്ങും പ്രോസസ്സും ബാക്കി സംഗതികളൊക്കെ ചെയ്യുക. ഏകദേശം ഒരു 4,500-ലധികം സ്റ്റാഫുണ്ട് നിലവിൽ. ആ ആളുകളൊക്കെ കോർഡിനേറ്റ് ചെയ്യുക കോഴിക്കോട് വെച്ചിട്ടാണ്. അവിടെ നിന്നാണ് ഈ ബാക്കി സംഗതികളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഈ പുതിയ കാലത്ത് ഇതിനൊരു എന്തെങ്കിലും വെല്ലുവിളിയുണ്ട്? ഇപ്പോൾ 2000-ൽ തന്നെ സാറ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും പാകവുമായി ഈ 2026-ലെത്തി നിൽക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികളുണ്ട്? വെല്ലുവിളിയല്ല, തിരിച്ചൊരു വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നിപ്പം ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന ജാസ്തി ആയിട്ടുള്ളൊരു അല്ലേ, അത് മതചിഹ്നമായാലും ഏത് ചിഹ്നമായാലും അത് ഉപയോഗിക്കുന്ന ജാസ്തിയും, അതേ സമയത്ത് അയൽപ്പക്കക്കാരൻ പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് നോക്കാത്ത അല്ലേ. നമ്മളിപ്പം ഈ വർഷത്തിൽ യാത്ര പോകുന്ന, എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, യാത്ര പോകുന്ന അതേ മനുഷ്യർ തന്നെ അയൽപ്പക്കത്ത് ഇങ്ങനൊരു മനുഷ്യർ കിടക്കണുണ്ട് എന്ന് നോക്കാത്ത, അത് വല്ലാതെ കൂടിയതാണ് വർത്തമാനകാലം. നന്മ കുറഞ്ഞു വരിക, നന്മ ചുറ്റുവട്ടത്ത് നന്മ എല്ലാ അർത്ഥത്തിലും കുറഞ്ഞു വരികയാണ്. അതേ സമയത്ത് ഈ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അജണ്ടയുടെ പുറത്താണ്. അത് ഇതർ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഗെയിൻ ഉണ്ട്, അതിനൊരു അജണ്ടയുണ്ട്. ആ ഒരു അജണ്ട എൻ്റെ പേര്, എൻ്റെ ഫോട്ടോ, എൻ്റെ വർത്തമാനം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് എത്തിയ ഒരു കാലം, അക്കാലത്താണ് അതിൻ്റെ ഒരു അല്ലാതെ കാശിനിപ്പം പ്രയാസം വരുന്നില്ല. ആളുകൾ കാശ് തരുന്നുണ്ട്, ഫിസിക്കൽ സംഗതിയുണ്ട്. പക്ഷെ അവിടെയാണ് ഈ ഒരു നന്മ വളരെ കൃത്യമായിട്ട്, ഇത് ഔദാര്യമല്ല, ഇത് ബാധ്യതയാണ് എന്ന് കരുതി ചെയ്യുന്ന ഒരു സംഗതിയുടെ പറയേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. അത് പഴയ കാലത്ത് തിരിച്ചായിരുന്നു. പഴയ കാലത്ത് വോളണ്ടിയേഴ്സ് നന്നായി ഉണ്ടായിരുന്നു, ഈ പറയുന്ന കാശായിരുന്നു ഇല്ലായിരുന്നു. ഇന്ന് കാശ് കിട്ടാനുള്ള വകുപ്പുണ്ട്, പക്ഷേ ഇത് ബാധ്യതയാണെന്ന് കാണുന്ന ഒരു ആളുകളാണ് ഇല്ലാതെ. സമൂഹത്തിൻ്റെ മൊത്തം നന്മ കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇതിലും കൂടിയുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ കുറേയൊക്കെ സ്റ്റാഫിനെയൊക്കെ വെച്ച് മാനേജ് ചെയ്യപ്പെടുന്നു. ഇല്ല എന്നല്ല കേട്ടോ ഞാൻ പറയണത്, ഉണ്ട് പലരുടെ കയ്യിലും. കേരളത്തിൽ എന്തായാലും ഉണ്ട്. കേരളത്തിന് പുറത്ത് നമുക്കിപ്പോൾ തീരെ കിട്ടാറില്ല. ഒക്കെ സ്റ്റാഫിനെ വെച്ച് മാനേജ് ചെയ്യുന്നു, കേരളത്തിൽ വോളണ്ടിയേഴ്സിനെ വെച്ച് മാനേജ് ചെയ്യുന്നു. അതാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതർവൈസ് ഒന്നുമില്ല, എല്ലാ അർത്ഥത്തിലുള്ള ഒരു ആക്സെപ്റ്റൻസ്. പക്ഷെ മാറ്റമുണ്ട്.
പുതിയ തലമുറ അതിസുന്ദരമായിട്ട് കമ്പാഷനേറ്റാണ്. ഈ പറഞ്ഞ ഒരു സംഗതിയോട് ഭയങ്കര താല്പര്യമുള്ള ഒരു യുവതലമുറ വരുന്നുണ്ട്. അവരിലാണ് പ്രതീക്ഷ. അപ്പോൾ എന്തായാലും ഇതിനൊരു മാറ്റം ഉണ്ടാവുന്നു. ആ പുതിയ തലമുറയോടുകൂടി എന്തായാലും ഇതിനൊരു ആ ആളുകളോടാണ് നമ്മളിപ്പോൾ കൂടുതൽ സംവദിക്കുന്നത്. പക്ഷേ പ്രവാസികളുടെ പിന്തുണ തണലിന് വലിയൊരു മുതൽക്കൂട്ടാണല്ലോ, എന്ത് പറയും? അത് നമുക്ക് പറയാൻ വാക്കുകളില്ല. ഇത് തുടങ്ങി വെച്ചത് ജിദ്ദയെന്നാണ്. ഇതിനാദ്യം കാശ് കിട്ടി തുടങ്ങിയതൊക്കെ അവരുടെ ഭാഗത്താണ്. നമ്മളെപ്പോഴും പറയും നാട്ടുകാരെ കാശല്ല, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നേരെ ഗൾഫിൽ പോവുക എന്ന് പറയുന്നൊരു സംഗതിയാണ്. കാരണം അവർ കാശ് തരാൻ മാത്രം. പക്ഷെ അവരുടെ ഒരു പോസിറ്റീവ് സംഗതി എന്താ വെച്ചാൽ കാശ് തരിക എന്നുള്ളത് മാത്രമല്ല, അതിന് ലീഡ് ചെയ്യാനും അവരുണ്ടായി. നമ്മൾ കൊടുത്ത ഒരു സാധനം എന്താ വെച്ചാൽ കാശ് തരുന്ന ആരാണോ ഇൻവോൾവ് ചെയ്യുന്നത്, ഇതർ കാശ് ഒരു ഫിസിക്കൽ അയാൾക്ക് ഓണർഷിപ്പ് കൊടുക്കും. അപ്പോൾ അയാൾ ഇതിൻ്റെ ഭാഗമാണ്. അയാൾ ഇതിൻ്റെ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ മീറ്റിങ്ങിൽ വരുന്ന, ഇതിൻ്റെ മീറ്റിങ്ങിനോട് സംവദിക്കുന്ന, അഭിപ്രായം പറയുന്ന അത്തരം സംഗതി ആകുമ്പോഴേക്കും അവർക്കൊരു ഓണർഷിപ്പ് കിട്ടിയല്ലോ. അപ്പോൾ ആ ഓണർഷിപ്പോടെ പണിയെടുക്കാൻ, അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ നിലനിർത്തിയത് ഇന്ന് വരെ ആരെയെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, അതൊരു പ്രവാസ ലോകം തന്നെയാണ്. ഈ പുതിയ കാലത്തിനോട് എന്താ പറയാനുണ്ടാവും? ഒരുപക്ഷെ അങ്ങേപ്പോലുള്ള വ്യക്തിപരമായി അങ്ങേറ്റെടുക്കില്ലെങ്കിൽ പോലും ഒരു കൂട്ടം മനുഷ്യരെ ഇതിൻ്റെ വഴിയിലേക്ക് നയിച്ചു. ഇതൊരു വലിയ സംവിധാനമായി മാറിക്കഴിഞ്ഞു. പുതിയ കാലത്തിനോട് എന്താ പറയാനുള്ളത്? അത് വളരെ ക്ലിയറാണ്. അതായത് നാടിൻ്റെ ഇതൊരു ഞാൻ സാധാരണ പറയുന്നത് പോലെ തന്നെ ഇത് എന്തോ ഒരു സംവിധാനമുണ്ട്. ഏതോ അർത്ഥത്തിൽ ഒരു ക്രിയേറ്റർ ഇതിനുണ്ട് എന്നുള്ളത് ഈ ലോകത്തിനുണ്ട് എന്നുള്ളത് ക്ലിയറാണ്. നമുക്ക് ലഭിച്ചതൊന്നും നമ്മുടെ ഒരു വകുപ്പ് കൊണ്ട് അല്ല. ഏതോ അർത്ഥത്തിലേക്ക് നമുക്ക് വന്ന നമ്മുടെ കയ്യിൽ അവന് കൊടുക്കാനുള്ള എന്തൊക്കെയോ നമ്മുടെ കയ്യിലുണ്ട്. അത് കൊടുത്തേ പറ്റൂ. ആ കൊടുക്കണത് ഒരു ഔദാര്യത്തിൻ്റെ ഭാഗമായി മാറരുത്. നമ്മുടെ കാശ്, നമ്മുടെ സമയം, നമ്മുടെ ചിന്ത, ഈ മുഴുവൻ സംഗതിക്കും നമുക്ക് കൊടുക്കാൻ ബാധ്യതയുണ്ട്. ഇത് ലഭിക്കാത്ത ആ മനുഷ്യർക്ക് ഈ മുഴുവൻ ലോകവും അത്തരം ഒരു സംവിധാനം ചിന്തിച്ച് നോക്കൂ. എങ്കിലും ഒരു സംശയം വേണ്ട, ഒറ്റ സംഗതി മാത്രം പറയാം. അതെന്തുകൊണ്ട് ചോദിച്ചാൽ ലോകത്ത് ഹങ്കർ ഇൻഡെക്സ് പ്രകാരം 82 കോടി മനുഷ്യരാണ് ഒരു ദിവസം പട്ടിണി കിടക്കുന്ന മനുഷ്യരെ. അത് ഒരു ഹങ്കർ ഇൻഡെക്സാണ്. ഇനി വേൾഡ് ഫുഡ് വേസ്റ്റ് സർവേ പറഞ്ഞിട്ടൊരു സർവേ ഉണ്ട്, UN ബേസ്ഡ്. ആ സർവേ പ്രകാരം ലോകത്ത് ഒരു ദിവസം വേസ്റ്റ് ആവുന്ന ഭക്ഷണം ഉണ്ടെങ്കിൽ കഴിപ്പിക്കാമായിരുന്ന മനുഷ്യരുടെ എണ്ണം 106 കോടിയാണ്. പട്ടിണി കിടക്കുന്ന 82 കോടി, ഒരു ദിവസം വേസ്റ്റ് ആക്കുന്ന ഭക്ഷണം കുക്ക്ഡാണ്, വേസ്റ്റ് ആക്കുന്ന ഭക്ഷണം 106 കോടിക്കുള്ളത്. സിമ്പിളാണ്. അവിടെ നിന്നുള്ളത്. എന്നിട്ട് ദൈവം പറഞ്ഞു, ദൈവനിഷേധിയുടെ പ്രത്യേകത അറിയാവോ? അവൻ പ്രയാസപ്പെടുന്നവന് അവൻ്റെ വകുപ്പ് കൊടുക്കാൻ, അവൻ്റെ വകുപ്പാണ്, പ്രയാസപ്പെടുന്നവന് അവൻ്റെ വകുപ്പ് കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവനാണ്. അവിടെ നിന്ന് വാങ്ങിച്ചു ഇവിടെ കൊടുത്താൽ മതി, എൻ്റെ ആരോഗ്യം വെച്ച് അവന് കൊടുത്താൽ മതി, എൻ്റെ കാശ് അവന് കൊടുത്താൽ മതി, അത് ഔദാര്യമല്ല. അത് തിരിച്ചറിഞ്ഞേ പറ്റൂ. എങ്കിൽ ഒരു നിലക്കും ഈ പറയുന്ന ഒരു പ്രയാസവും ഇന്നിൻ്റെ ലോകത്ത് ഉണ്ടാവാൻ വേണ്ടി കഴിയില്ല. 20-ലേറെ പ്രൊജക്റ്റ് തണലിൻ്റെ മുമ്പിലുണ്ട്. ഇനി എന്തെങ്കിലും ഒരു കാണുന്നുണ്ടോ? അതായത് നമ്മൾ കണ്ട ഇത്തരം സംഗതികളൊക്കെ കഴിഞ്ഞു. ഇനി വളരെ സീരിയസ് ആയിട്ടുള്ള ഈ നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയെ അത് പരമാവധി മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലാണ് നമ്മളുള്ളത്. റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്. റീഹാബിലിറ്റേഷൻ അതൊരു ന്യൂറോ റീഹാബിലിറ്റേഷൻ, കിടപ്പിലായ മനുഷ്യനൊരു സൗകര്യം കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെയാണ് ഓങ്കോളജി റീഹാബിലിറ്റേഷൻ, ക്യാൻസർ രോഗിക്ക് ഒരു പുനരധിവാസം. അതിൻ്റെ കൂടെ തന്നെയാണ് ഗൈനക് റീഹാബിലിറ്റേഷൻ, ഹെമറ്റോളജി റീഹാബിലിറ്റേഷൻ, ഇങ്ങനെ ജിറിയാട്രിക് റീഹാബിലിറ്റേഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്. ഏതോ ഒരു പ്രോസസ്സ് ഹങ്കർ ഫ്രീ വേൾഡ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഇനിയെങ്കിലും ഒരു ദിവസം ഇന്ത്യയിൽ മരിക്കുന്ന മക്കളുടെ കണക്ക് ചില്ലറയല്ല, പോഷകമില്ലാത്തത് കൊണ്ട്. ഇനി ഇന്ത്യയിൽ അത്തരം മരണങ്ങളില്ലാതിരിക്കാൻ അങ്ങനെയാണ് ഹങ്കർ ഫ്രീ വേൾഡ് പോണത്. അങ്ങനെ ഓരോ സംഗതിയും സയൻസിനെ കൂട്ടുപിടിച്ച് മാക്സിമം ആളുകൾ 2030 ഈ ഒരു 21 പ്രോജക്റ്റ് വെച്ചുകൊണ്ട് സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന, മാർജിനലൈസ് ചെയ്യുന്ന മുഴുവൻ ആളുകളിലേക്കും ഏതെങ്കിലും ഒരർത്ഥത്തിൽ എയ്തർ ത്രൂ തണൽ ഓർ ത്രൂ അതർ NGOs. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവർക്കും കൂടി ഇതിൻ്റെ SOP കൊടുത്തുകൊണ്ട് അവരെയും കൂടി എംപവർ ചെയ്തിട്ട് അവരിലൂടെ 2030 സൈഡ് ലൈൻ ചെയ്യുന്ന, അറ്റൻഷൻ കിട്ടാത്ത, ചികിത്സ എന്ന് പറയാറില്ല കേട്ടോ, അറ്റൻഷൻ കിട്ടാത്ത ഒരാൾ പോലും ഉണ്ടാവരുത് എന്ന ലക്ഷ്യത്തിന് പുറത്താണ് ഇപ്പോഴുള്ള മൂവ്മെൻറ്റ്. അത് ഒരു തണൽ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. ഗവൺമെൻറ്റിനെ കൂടെ നിൽക്കും, ബാക്കി NGOസിൻ്റെ കൂടെ നിർത്തും. ഇങ്ങനെയൊക്കെ വെച്ച് മുഴുവൻ ടീമും ഒരുമിച്ച് ഈ ഒരു പ്രോസസ്സ് പ്രൊജക്റ്റ് കയ്യിലുണ്ട്. യെസ്, അങ്ങനെയാണ് അതിൻ്റെ 2030 യാത്ര അങ്ങനെയാണ് പോണത്. കണ്ണൂരിലെ താണയിൽ നിന്ന് ഇത്തിരീസ് എന്നൊരു ചെറുപ്പക്കാരൻ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് പുറപ്പെട്ടു.
ഇപ്പോൾ പതിറ്റാണ്ടുകൾ പിന്നിട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ സംതൃപ്തനാണോ? അർത്ഥത്തിൽ സംതൃപ്തനാണ്. പക്ഷേ അപ്പോഴുമുള്ള തിരിച്ചറിവ് എന്താ വെച്ചാൽ, സത്യത്തിൽ എനിക്ക് പേടിയാണ്. നാളെ ദൈവം എനിക്ക് തന്ന അനുഗ്രഹത്തിന് കയ്യും കണക്കുമില്ല. ആ അനുഗ്രഹം വെച്ച് നാളെ ഈ അനുഗ്രഹത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഉറച്ച ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. ആ ബോധ്യം വെച്ചുകൊണ്ട് നാളെ ഞാനതൊരു ടെമ്പററി ഷെൽട്ടറായിട്ട് ഈ ഭൂമിയെ കാണുന്നുള്ളൂ. എന്തോ ഒരു സംഗതി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി വരുമ്പോൾ നാളെ ദൈവത്തിൻ്റെ ചോദ്യത്തിന് ഞാൻ കണ്ട ഒരാളിൽ എനിക്ക് വേണ്ടതുപോലെ ഇടപെടാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വെച്ച് നാളെ എന്നെ ചോദ്യം ചെയ്യപ്പെടുമോ എന്നുള്ള നല്ല പേടിയോടെ ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് സംതൃപ്തനാണോ ചോദിച്ചാൽ അതൊരു ഭൗതിക സംഗതി വെച്ചിട്ട് എനിക്ക് അളക്കാൻ കഴിയാത്തത് കൊണ്ട് അത്തരം സാധനം. പക്ഷേ എപ്പോഴുമുള്ള തിരിച്ചറിവ് ഇത്രേ ഉള്ളൂ, ഇനിയും ഏറെ ചെയ്യാനുണ്ട്. അത് പറ്റും. സൊസൈറ്റിയെ അതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ അത് പറ്റുമെന്ന് തന്നെയാണ് തിരിച്ചറിവ്. അങ്ങയുടെ കൂടെ പ്രവർത്തിക്കുന്ന, കൂടെ നിൽക്കുന്ന ഇല്യാസ് ഉൾപ്പെടെ, നാസർക്ക് ഉൾപ്പെടെ നിരവധി മനുഷ്യരെ എനിക്കറിയാം. അവരുമായിട്ടൊക്കെ ഇടപഴകുന്ന സമയത്ത് കേൾക്കുന്ന ഒരു പരാതിയല്ല, അവരുടെ ഒരു ആത്മകഥ പോലുള്ള ഒരു സംഭവമാണ്. അങ്ങ് വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നു, അങ്ങയുടെ ജോലിയായി ചെയ്യുന്നു, പാലിയേറ്റീവ് ചെയ്യുന്നു. അങ്ങേക്ക് ഉറക്കമുണ്ടോ ഒന്നൊന്നും അവർക്കറിയില്ല. അങ്ങ് വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നു. അവർക്ക് മുമ്പിൽ അങ്ങ് വലിയ പ്രൊജക്റ്റുകൾ കൊടുക്കുന്നുണ്ട്. ഇത് പൂർത്തീകരിച്ച് അങ്ങയുടെ മുമ്പിൽ വരുമ്പോൾ അതിനൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിന് പകരം അങ്ങ് പുതിയൊരു പദ്ധതി അവരുടെ മുമ്പിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അതൊരു ബോധപൂർവമായ പ്രവൃത്തിയാണ്. അതെനിക്ക് അറിഞ്ഞൂടാ അത് എങ്ങനെയാണ് അത് വന്നതെന്നുള്ളത്. പക്ഷെ ഒരു കാര്യം തിരിച്ചറിവ് നന്നായിട്ടുണ്ട്. ഇതിൻ്റെ മുഴുവൻ കൂടെയുള്ള സകലമാന മനുഷ്യരും അലൈൻഡാണ്. എല്ലാവരും അലൈൻഡാണ്. എല്ലാവർക്കും ഒരു കാര്യത്തിൽ ഉറച്ച ബോധ്യമുണ്ട്. നിലവിൽ ചെയ്യുന്ന ഒരു സംഗതി അല്ല, ഇനിയും ഏറെ ചെയ്യാനുണ്ട്. ഏറെ മുന്നോട്ട് പോയാൽ മാത്രമേ യഥാർത്ഥ ആവശ്യം, അല്ലേ, 2,37,00,000 ഭിന്നശേഷി മക്കൾ ജീവിക്കുന്ന ഒരു രാജ്യത്ത്, 2,10,00,000 മാനസിക രോഗികൾ ജീവിക്കുന്ന ഒരു ലോകത്ത്, 1,20,00,000 കിടപ്പിലായ മനുഷ്യർ ജീവിക്കുന്ന ഒരു ലോകത്ത്, 3.5 കോടി മക്കൾ ജീവിതത്തിൽ സ്കൂളിൻ്റെ പടിവാതിൽക്കൽ പോലും കാണാത്ത ഒരു ലോകത്ത് ഒരു കുഞ്ഞ് എഫേർട്ട് മതിയാവില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും ഒരു പണി കഴിയുമ്പോഴേക്ക് അടുത്ത പണി എന്നൊക്കെ പറയുന്ന ഒരു തലത്തിലേക്ക് അത് മാറുന്നത്. അത് ഈ ടീം മുഴുവൻ അതിൻ്റെ കൂടെയുണ്ട്. എവിടെ നിന്നൊക്കെയാണോ ഇൻഫർമേഷൻ കിട്ടുക അവിടെയൊക്കെ പോയി പ്രയാസങ്ങൾ കാണുന്നു. എവിടെയൊക്കെ പോയാലാണോ ഇതിന് തരണം ചെയ്യാൻ കഴിയുക അവിടെയൊക്കെ നമ്മൾ പോകുന്നു. അപ്പം അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ആളുകൾക്ക് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നതും അതിനനുസരിച്ച്. പിന്നെ ആദ്യം പറഞ്ഞ സാധനം, ഞാൻ ഭയങ്കര വർക്കഹോളിക് അല്ല കേട്ടോ. ഞാൻ വളരെ ക്ലിയറാണ്. എല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് വലിയ കാര്യം. ഫാമിലി ആവട്ടെ, ബാക്കിയുള്ള സംഗതി ആവട്ടെ, പ്രാക്ടീസ് ആവട്ടെ, ഒക്കെ ബാലൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതൊരു കൃത്യമായിട്ട് 24 മണിക്കൂർ എൻ്റെ കയ്യിൽ തന്നെയാണല്ലോ. ഞാനാണല്ലോ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ 24 മണിക്കൂർ കൃത്യമായി വെച്ചാൽ ബാലൻസ് ചെയ്താൽ തീരുന്ന ഒരു വിഷയമുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത്. നമുക്ക് ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിനൊരു ഭയങ്കര വർക്കഹോളിക് എന്ന് പറയും. എന്നേക്കാൾ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ ഉറങ്ങാത്ത കുറേ മനുഷ്യന്മാരൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ കൃത്യമായിട്ട് ഉറങ്ങും. എനിക്കൊരു 7 മണിക്കൂർ ഉറങ്ങിയില്ലെങ്കിൽ തലവേദന വരും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന അതിനനുസരിച്ചിട്ടൊക്കെ പോകുന്നതാണ്. അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ആളുകൾ ഈ ഒരു അർത്ഥത്തിലേക്ക് ഇടപെടിപ്പിക്കാറുണ്ട്. അവരതിനനുസരിച്ച് റിസൾട്ടും കിട്ടാറുണ്ട്. ഒരുപക്ഷെ ഇതൊരു വല്ലാത്തൊരു അഭിമുഖമാണ്. കാരണം ജീവിതത്തിലെ ഒരുപക്ഷെ ഒരു മനുഷ്യന് നേരിട്ട് അനുഭവിക്കാൻ പറ്റാത്ത നിരവധിയായ അനുഭവങ്ങളാണ് അങ്ങ് പറഞ്ഞു വെച്ച് പോയത്. കുറേ നേരം ഇരുന്നാൽ ഇതിലേറെ പൊള്ളുന്ന അനുഭവം ഉണ്ടാകും. ഒരു കാര്യം ഉറപ്പുണ്ട്, ഈ അഭിമുഖം കാണുന്ന നമ്മളിതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പദം മനുഷ്യൻ എന്നാണ്. ഈ അഭിമുഖം കാണുന്ന ഓരോ മനുഷ്യനെയും കുറേ കൂടി നല്ല മനുഷ്യനാക്കി മാറ്റും. അതിനായിരിക്കട്ടെ ഈ സംസാരമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നന്ദി സർ. താങ്ക് യു.